നമസ്കാരം. ബയോ ഇൻസൈറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ട്യൂട്ടോറിയൽ സീരീസിന്റെ തേർഡ് വീഡിയോ ആണത്. സോ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ വ്യൂ ചെയ്യുന്നതെങ്കിൽ കൈൻഡ്ലി സബ്സ്ക്രൈബ് അവർ ചാനൽ ആൻഡ് ലൈക്ക് ദ വീഡിയോസ്. ആദ്യം മുതലുള്ള ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുമ്പം യു വിൽ ഗെറ്റ് ദി കണ്ടിന്യൂറ്റി ആൻഡ് ഓൾസോ കൈൻഡ്ലി ഷെയർ ദ വീഡിയോസ് വിത്ത് യുവർ ഫ്രണ്ട്സ് ബിക്കോസ് ഈ ഒരു യൂസ്ഫുൾ ഈ ഒരു ബയോ ഫീൽഡിലുള്ള ആളുകളിലേക്ക് നിങ്ങൾ മാക്സിമം ഇത് എത്തിക്കുക ആൻഡ് സപ്പോർട്ട് ദം. നമ്മൾ ഫസ്റ്റ് യൂണിറ്റിലെ മോളിക്യൂൾസ് ആൻഡ് ദെയർ ഇന്ററാക്ഷൻ റെലവെന്റ് ടു ബയോളജിയിലെ പാർട്ട് എ തന്നെയാണ് ഇന്നും കണ്ടിന്യൂ ചെയ്യുന്നത്. അതിന്റെ തേർഡ് വീഡിയോ ആണത്. സ്ട്രക്ചർ ഓഫ് ആറ്റംസ്, മോളിക്യൂൾസ് ആൻഡ് കെമിക്കൽ ബോണ്ട്സ് ആണ് എ പാർട്ട് എന്ന് പറയുന്നത്. ഹാർഡ് വർക്ക് വിൽ നെവർ ഡിസപ്പോയിന്റ് യു. സോ നമ്മുടെ ഓരോരുത്തരുടെയും ഡ്രീംസ്, നമ്മളെ ഗോളിലേക്ക് എത്താൻ നമുക്ക് ഹാർഡ് വർക്ക് ചെയ്തേ പറ്റുള്ളൂ. സോ ഐ വിഷ് ഓൾ യുവർ ഹാർഡ് വർക്ക് വിൽ പേ ഓഫ് യു വൺ ഡേ. So all the best. Let's start now. Water, a vital compound. Okay. നമുക്ക് എല്ലാവർക്കും അറിയാം how important it is. വാട്ടറിന്റെ കുറെ യുണീക്ക് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ആണ് എർത്തിൽ തന്നെ ലൈഫ് പോസിബിൾ ആയത്. ആൻഡ് ഓൾസോ ഇൻ അവർ ലൈഫ് വാട്ടർ ഇസ് എസെൻഷ്യൽ അല്ലെ. ലൈഫ് ആദ്യമായിട്ട് ഇവോൾവ് ആയിരിക്കുന്നതും വാട്ടറിലാണ്. സോ വാട്ടർ ഹാവ് so many important features which is very relevant to biology. Water has a simple molecular structure consisting of an oxygen atom bound to two hydrogen atom. So നമുക്കത് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. വാട്ടർ മീൻസ് H2O, ഒരു ഓക്സിജൻ രണ്ട് ഹൈഡ്രജൻ ആണ് ഉള്ളത്. ആൻഡ് ഓൾസോ ഇറ്റ് ഇസ് എ സിംഗിൾ കോവാലന്റ് ബോണ്ട്. എങ്ങനെയായിരിക്കും കോവാലന്റ് ബോണ്ട് ഉണ്ടായിട്ടുണ്ടാവുക? Because the electronegativity difference between oxygen and hydrogen is less than 2. So it is covalent bond. The resulting molecule is stable. It satisfies the octet rule because oxygen outermost 6 from hydrogen onnu koduthu, next hydrogen also donated 1 electron. So it satisfies the octet rule. Has no unpaired electrons and carries no net electrical charge. Usually this is water. Okay. But actually എന്താണെന്ന് വെച്ചാൽ the greater electronegativity of the oxygen atom makes the water more polar. Okay. Water carries two partial negative charges near oxygen because എങ്ങനെയാണ് അത് വരുന്നത് എന്നുള്ളത് നോക്കാം. Because oxygen electronegativity is 3.5 and hydrogen's electronegativity is 2.1. So the difference is high. Oxygen is highly electronegative. So the electron pull is high for oxygen. So in that condition, the electron of hydrogen spends most of the time with oxygen, and because of that, hydrogen is getting one positive charge and oxygen is getting a partial negative charge. The electronegativity of oxygen is much greater than that of hydrogen. So the bonds between these atoms are covalent bond and it is highly polar. So ഈ ഒരു polar, ഈ ഒരു charge difference ആണ്, ഈ polarity ആണ് വാട്ടറിനെ യുണീക്ക് ആക്കുന്നത് and the chemistry of life also. നമുക്ക് വാട്ടറിന്റെ കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നോക്കുന്നത്. സോ ദ ഫസ്റ്റ് തിങ് നോക്കൂ, നമ്മളെ ഓക്സിജന്റെ ഇലക്ട്രോൺ ബാലൻസ് ഇലക്ട്രോണിൽ ഈ ഒരു സെറ്റ് ഓഫ് ഇലക്ട്രോണും ഈ ഒരു സെറ്റ് ഓഫ് ഇലക്ട്രോണും ആണ് ബോണ്ടിങ്ങിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. ദേ ആർ നോട്ട് ഇൻവോൾവിംഗ് ഇൻ ദിസ് ബോണ്ടിങ്. സോ ദിസ് ബോണ്ടിങ് ഇലക്ട്രോൺസ് ആർ കോൾഡ് ബോണ്ട് പെയർസ്. Electrons participating in bonding is called bond pairs. Okay. And എന്താണ് lone pairs? ഈ electrons, that non-bonding electrons നെയാണ് നമ്മൾ lone pair എന്ന് പറയുന്നത്. Okay. ഇനി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ lone pair repel each other. So ഈ ഒരു lone pairഉം ഈ ഒരു lone pairഉം they will repel each other. They will try to be in maximum distance.
So ഈ ഒരു repulsion create a pressure on this bond pair, because this lone pair repulsion will create a pressure on this bond pair electron. Because of that pressure, oxygen will bend. Oxygen will bend. Okay, the two lone pair of oxygen is creating the pressure, and because of that, oxygen is bending on the water molecule. See, it is like that. Okay. ആ ബോണ്ട് ആംഗിൾ എന്ന് പറയുന്നത് 104.5 ഡിഗ്രി ആണ്. സോ അതായത് വാട്ടറിന് ഒരു സിമെട്രി ഉണ്ടായി, ഒരു സ്ട്രക്ചർ ഉണ്ടായി. എന്തുകൊണ്ടാണ് സ്ട്രക്ചർ ഉണ്ടായത്? ഈ ബോണ്ട് പെയർ ലോൺ പെയർ കോമ്പിനേഷൻ ആണ് ഓരോ മോളിക്യൂളിന്റെയും ഷേപ്പ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. സി നോക്കൂ, വാട്ടറിന്റെ ഈ ഒരു സ്ട്രക്ചർ ആണ് ടെട്രാഹെഡ്രൽ ജോമെട്രി എന്ന് പറയുന്നത്. സോ ഈ ഒരു ബോണ്ട് ആംഗിൾ 104 ആണ്. ഈ ലോൺ പെയർ റിപ്പൽഷൻ ആണ് ഈ ഒരു ബെൻഡ് ക്രിയേറ്റ് ചെയ്യുന്നത്. ബിക്കോസ് ഓഫ് ദിസ് ബെൻഡ് ദ വാട്ടർ മോളിക്യൂൾ ഈസ് ഇൻ ടെട്രാഹെഡ്രൽ ജോമെട്രി. അതുപോലെ വേറൊരു എക്സാമ്പിൾ ആണ് മീഥേൻ. CH4 ആണ്. ഈ CH4 ടെട്രാഹെഡ്രൽ ആണ്. ആൻഡ് ഓൾസോ ദിസ് ബോണ്ട് ആംഗിൾ ഈസ് 109.5. സോ ഇങ്ങനെയാണ് നമ്മൾ വാട്ടർ മോളിക്യൂളിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. നമ്മുടെ ബോണ്ട് പെയറും ലോൺ പെയറും ആണ് ഇങ്ങനെ ഒരു ഷേപ്പ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്ത കോൺസെപ്റ്റ് ആണ് ഡൈപോൾ. നമ്മൾ പറഞ്ഞു ഓക്സിജൻ ഇസ് ഹൈലി ഇലക്ട്രോനെഗറ്റീവ്, and because of that it is pulling the electron of hydrogen towards it. അങ്ങനെ ഈ ഒരു ഹൈഡ്രജന്റെ ഇലക്ട്രോൺ spending most of the time, not always, most of the time hydrogen's electron is with oxygen, and because of that oxygen get delta negative and hydrogen is in delta positive form. ഓക്കെ, ഈ പാർഷ്യൽ ചാർജിനെയാണ് നമ്മൾ ഡെൽറ്റ എന്ന് പറയുന്നത്. ഈ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ഒരു പാർഷ്യൽ പൊളാരിറ്റിനെയാണ് നമ്മൾ ഡെൽറ്റ എന്ന് പറയുന്നത്. All unequally shared covalent bonds will develop a partial charge and thus possess polarity. Such molecules are called dipole. Okay, ഈ ഒരു ഡൈപോൾ ക്യാരക്ടർ ആണ് വാട്ടറിനെ എപ്പോഴും യുണീക്ക് ആക്കുന്നത്. Because of that, it is creating it can react with so many other molecules also. So ഈ ഒരു ഡൈപോൾ, അതായത് പാർഷ്യൽ നെഗറ്റീവ് ആൻഡ് പാർഷ്യൽ പോസിറ്റീവ് ചാർജ്, ബിക്കോസ് ഓഫ് ദി ഇലക്ട്രോനെഗറ്റിവിറ്റി ഡിഫറൻസ്, one atom get partial negative charge and one atom get partial positive charge. Such molecules are called dipole. Okay, ഇനി ഹൈഡ്രോക്സൈഡ് അയണിനെ പറ്റി നോക്കാം. Okay, in water there will be, നമ്മളിപ്പോ ഒരു വാട്ടർ മോളിക്യൂളിന്റെ കാര്യമാണ് നമ്മളിവിടെ പറഞ്ഞത്. ഓക്കെ, സോ ഓക്സിജൻ, ഹൈഡ്രജൻ, ഈ ഒരു സൈഡ് പോസിറ്റീവ് ആണ്, ഈ ഒരു സൈഡ് ഡെൽറ്റ നെഗറ്റീവ് ആണെന്ന് നമ്മൾ പറഞ്ഞു. ഓക്കെ, സോ ഇത് ഒരു സിംഗിൾ വാട്ടർ മോളിക്യൂളിന്റെ കാര്യമാണ് നമ്മൾ പറഞ്ഞത്. In water there are many other negative and positive charges, so we are considering the other negative charge. Okay, sometimes this negative charge will completely pull away hydrogen's proton atom. ഈ ഒരു ഹൈഡ്രജന്റെ, because ഇതിന്റെ പ്രോട്ടോൺ മാത്രമേ ബാക്കിയുള്ളൂ, ഇലക്ട്രോൺ is with oxygen itself, so the negative charge, the other negative charge in water may sometimes completely pull away hydrogen's proton, so it is released as H plus, but its electron is still with oxygen. That is why dissociation of water is H2O. എങ്ങനെയാണ് നമ്മൾ എഴുതുന്നത്? H plus plus OH minus, ions ആയിട്ടാണ് അവർ മാറുന്നത്. H plus plus OH minus. ഈ H plus എന്താണ്? ഈ നെഗറ്റീവ് ചാർജ് അബ്സോർബ് ചെയ്തിട്ടുള്ള ഹൈഡ്രജന്റെ പ്രോട്ടോൺ ആണ് H plus. So what is left with this? OH minus. Okay, എങ്ങനെയാണ് OH minus ആയത് എന്നുള്ളത് നമുക്ക് നോക്കാം. ബിക്കോസ് യൂഷ്വലി ഓക്സിജനിൽ 8 പ്രോട്ടോണും 8 ഇലക്ട്രോണും ആണുള്ളത്. ഈ ഹൈഡ്രജനിൽ ഒരു പ്രോട്ടോണും ഒരു ഇലക്ട്രോണും ആണുള്ളത്. സോ നോർമലി നമുക്ക് എങ്ങനെ കിട്ടണം? 9
9 പ്രോട്ടോണും 9 ഇലക്ട്രോൺ ആണ് നമുക്ക് കിട്ടേണ്ടത്. പക്ഷെ എങ്ങനെയാണ് OH നെഗറ്റീവ് ആയത് എന്നുള്ളത് നമുക്ക് നോക്കാം. എങ്ങനെയായിരിക്കും? ഈ പ്രോട്ടോൺ വന്നില്ലേ, ഈ H+ സ്പ്ലിറ്റ് ചെയ്ത് വന്നില്ലേ, ഈ ഹൈഡ്രജന്റെ ദ സെക്കൻഡ് ഹൈഡ്രജന്റെ ഇലക്ട്രോൺ is still with oxygen. So the number of electron in oxygen is high. So it will be like 10 electron plus 9 proton, because second hydrogen the electron is still with oxygen. So the number of electrons is high than proton and it got negative charge. അങ്ങനെയാണ് OH മൈനസ് ആയിട്ട് മാറുന്നത്. ഓക്കെ, ഇനി അടുത്ത കോൺസെപ്റ്റ് എന്ന് പറയുന്നത് റാഡിക്കിൾ ആണ്. നോർമലി OH is നെഗറ്റീവ്, നമ്മളത് കണ്ടു അല്ലേ? ഓക്കെ, നമുക്ക് ജസ്റ്റ് ഒന്ന് റാഡിക്കിൾ എന്താണ് നോക്കാം. റാഡിക്കിൾ ഈസ് ആൻ ആറ്റം, molecule or ion that has unpaired valence electron. Unpaired valence electron ഉള്ളതിനെയാണ് നമ്മൾ റാഡിക്കിൾ എന്ന് പറയുന്നത്. So this is hydroxide ion and this is hydroxyl radical. എന്താണ് ഇവിടെ ഡിഫറൻസ്? നമ്മൾ കണ്ടു OH മൈനസ് ആണ്, യൂഷ്വലി OH മൈനസ് ആണ്, and this is the configuration. But here in hydroxyl radical, ഒരു unpaired valence electron present ആണ്. Some case hydrogen's one electron is missing because of whatever be the reason, and it is creating the unpaired valence electron. Because of this incompleteness, they will become more reactive. This is the story about radicals. This is hydroxyl ion. Hydroxyl ion is OH minus ആണ്, but hydroxyl radical വരുമ്പം ഇവിടെ ഒരു എന്താണ് പറയാ, ഒരു unpaired ആയിട്ടുള്ള valence electron present ആണ്. Because of this, it is highly reactive. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ജങ്ക് ഫുഡിന്റെ ഒരു എക്സാമ്പിൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഓപ്പൺ ഫയർ മീറ്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ they will get oxidized and they will create radicals. Once it enter into your system, what they will do is they will search for electrons. So from where they are taking electrons, they may take electrons from your macromolecules like DNA and protein. So if radicals are taking electrons from your DNA and protein, what will happen? That may leads to mutation or mixed function of the protein. So gradually some kind of disorders will develop. So that is why all are telling that you have to take antioxidants. What they will do is they will provide electron to radicals and they will get neutralized. So this is the radicals. Then let's see about types of covalent bonds. We are having sigma bond and pi bond in covalent bond. Okay, what is sigma bond? A sigma bond has electron density directly between the bonded atoms and is symmetric with respect to 180-degree rotation about the bond. Okay, so ഇത് s orbital ആണ്, ഇത് p orbital ആണ്. So here this bonding is between the electron sharing is between the bonded atom. Here also it is electron density is between the bonded atom. But in the case of pi bond, no electron density directly between the bonded atoms and is antisymmetric with respect to 180-degree rotation about the bond. Here in pi bond, what is happening is sidewise overlap is happening, sidewise. So if this is the nucleus, the sidewise overlap is happening. So the electron density is above and below the nucleus. Let's see about sigma bond. Sigma bond is head-on overlap. Here, how H2 molecule is formed. One hydrogen and another hydrogen bonded like this, and this will be the electron cloud in H2. And here it is s orbital and p orbital for hydrogen and fluorine. So this will be the sigma bond. Here 2p orbital is head-on overlap. So this will be the structure of the electron cloud. Sigma bonds are more stable and stronger because
the interaction is between the two bonded nucleus. Then next comes pi bond. Pi bond means sidewise overlap of atomic orbitals. Because of that, the electron density is above and below the nuclei of the bonding atom. Because of that, they are unstable and they can shift positions. Because of that, it will affect the property also. Example, ethane, C2H4. Here, C2H4, you can see here, the carbon is with sigma bond with these two hydrogen, and here also it is sigma bond. And this carbon-carbon interaction is also sigma bond. But this P and this P orbital is overlapping sidewise. So the electron cloud is above and below the nucleus. This is the pi bond. So നമ്മൾ എങ്ങനെ എഴുതുക, ഡബിൾ ബോണ്ട് നമ്മൾ ഇങ്ങനെ എഴുതും അല്ലെ, കാർബൺ കാർബൺ ഡബിൾ ബോണ്ട് നമ്മൾ ഇങ്ങനെ എഴുതും. ഇതിൽ ഒരു ബോണ്ട് സിഗ്മയും അതർ ബോണ്ട് ഇസ് പൈ ബോണ്ട്. സോ ഇവിടെ നോക്കൂ, 2 കോവാലന്റ് ബോണ്ട്സ് മീൻസ് 1 സിഗ്മ പ്ലസ് 1 പൈ ബോണ്ട്. ട്രിപ്പിൾ കോവാലന്റ് ബോണ്ട് ആണെങ്കിൽ നമ്മൾ C123 നമ്മൾ ഇങ്ങനെ എഴുതുന്ന സമയത്ത് എന്താണ്, അതിൽ ഒരു ബോണ്ട് സിഗ്മയും ബാക്കി രണ്ടെണ്ണം പൈ ബോണ്ടും ആണ് ഫോം ചെയ്യുന്നത്. ഇനി അടുത്തൊരു പ്രോപ്പർട്ടിയാണ് റെസൊണൻസ് എന്ന് പറയുന്നത്. റെസൊണൻസ് മീൻസ് മോർ ദാൻ വൺ ലൂയി സ്ട്രക്ചർ. യു ക്യാൻ ഡ്രോ മോർ ദാൻ വൺ ലൂയി സ്ട്രക്ചർ. Resonance structures are two forms of a molecule where the chemical connectivity is the same, but the electrons are distributed differently around the structure. It is occurring when the electrons can flow through neighboring pi system. Okay, resonance is because of the pi bond. Example, aromatic compounds, nitrate, iron, carbon dioxide, etc. Aromatic compound എന്ന് പറയുമ്പോൾ നമ്മൾ പ്രോട്ടീനിൽ aromatic amino acids ഏതൊക്കെയാണ്? ട്രിപ്റ്റോഫാൻ, ടൈറോസിൻ, ഫിനൈൽ അലനിൻ ഒക്കെ അല്ലേ? അവർക്കൊരു റിംഗ് സ്ട്രക്ചർ ഉണ്ട് അവരുടെ സൈഡ് ചെയിനിൽ. നമ്മൾ അതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം. സോ നമുക്ക് ഈ ഒരു റെസൊണൻസ് എന്താണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഫോർ ദി കേസ് ഓഫ് നൈട്രേറ്റ്, നൈട്രേറ്റ് മീൻസ് നൈട്രജൻ bonded with the 3 oxygen. Okay, so here നമുക്ക് നോക്കൂ, ഈ സ്ട്രക്ചറിൽ nitrogen and oxygen, here 1 sigma bond and 1 pi bond. This pi bond is shifted to this position. കണ്ടോ, ഈ പൊസിഷനിലേക്ക് വന്നു. But connectivity is not affected. Connectivity is same. Sometimes this may go to this position. ഇങ്ങനെ വരാം, ഇങ്ങനെ വന്നു. So connectivity same തന്നെയാണ്. Sometimes അത് തിരിച്ച് ഇവിടേക്ക് തന്നെ പോകും. ഈ ഒരു alternating shifting of pi bond is called resonance. You can see resonance in carbon dioxide structure also. Here carbon dioxide, carbon to oxygen, carbon dioxide ഇങ്ങനെ വരാം, ഒരു സിഗ്മ ബോണ്ട് ഒരു പൈ ബോണ്ട് ഇങ്ങനെ വരാം. Sometimes one of the sigma bond is shifted to here. So ഇവിടെ ഒരു ട്രിപ്പിൾ ബോണ്ടും ഇവിടെ ഒരു സിംഗിൾ ബോണ്ടും ആയിട്ട് വരും. അല്ലെങ്കിൽ അത് തിരിച്ച് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു സിംഗിൾ ബോണ്ടും ഇവിടെ ഒരു ട്രിപ്പിൾ ബോണ്ടും ആയിട്ട് വരും. സോ ഇറ്റ് ഈസ് ദ ഷിഫ്റ്റിംഗ് ഓഫ് പൈ ബോണ്ട്. ആൾട്ടർനേറ്റ് ഷിഫ്റ്റിംഗ് ഓഫ് ദി പൈ ബോണ്ട് ഇസ് കോൾഡ് റെസൊണൻസ്. പക്ഷെ എല്ലാ പൈ ബോണ്ടും നമുക്ക് റെസൊണൻസ് ആണെന്ന് പറയാൻ പറ്റുമോ? ഇല്ല അല്ലേ? സി നോക്കൂ, നമുക്ക് നൈട്രജന്റെ കേസ് എടുക്കാം. നൈട്രജന്റെ കേസിൽ നൈട്രജൻ ബോണ്ടഡ് വിത്ത് നൈട്രജൻ, ഈ ഒരു കോവാലന്റ് ബോണ്ടിൽ one is sigma bond and other two are pi bond, but it is not resonating. Why? Because it is don't have any other system to shift the pi bond. So നമുക്ക് എല്ലാ pi bondum resonance ഉണ്ട് എന്ന് പറയാൻ പറ്റില്ല. They should have the other electrons to share the pi bond. So അങ്ങനെ പറയാം. പക്ഷെ aromatic compounds will show resonance. That is the thing. So നമുക്ക് നോക്കാം ഈ റെസൊണൻസ് നമുക്ക് എത്ര ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളത്. ഓക്കെ, ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ക്വാണ്ടിഫൈ ബയോമോളിക്യൂൾസ്. ബിക്കോസ് യു വി വിസിബിൾ സ്പെക്ട്രോസ്കോപ്പി ഒക്കെ ചെയ്യുന്ന സമയത്ത് അൺനോൺ സാമ്പിൾ ലൈക്ക് പ്രോട്ടീൻസ് ഒക്കെ നമ്മൾ സ്പെക്ട്രോമെട്രി ചെയ്യുന്ന സമയത്ത്
The presence of tryptophan, phenylalanine, and tyrosine, they are the aromatic amino acids. The presence of aromatic amino acids will affect the absorbance. Okay, so അത് എന്താണ് ബീർ-ലാംബർട്ട് law എന്താണ് പറയുന്നത്? Absorbance is directly proportional to the concentration of the solution. So the presence of aromatic amino acids will affect the absorbance. So each amino acid have its specific absorbance range. So we can get the volume. We can quantify the unknown sample with the help of this property. So this is the importance. Okay. Now നമ്മളിപ്പോ ബേസിക് ആയിട്ടുള്ള കോൺസെപ്റ്റ് ഇവിടെ കഴിയാണ്. ഇനി നമുക്ക് ബോണ്ടിങ്ങിലേക്കാണ് പോകേണ്ടത്. സോ ബിഫോർ ദാറ്റ് വി ഹാവ് ടു റിവൈസ് എവറിത്തിങ്. ഓക്കെ, നമുക്ക് ഒന്നും കൂടി ഒന്ന് കൺഫേം ചെയ്യാം. ഓക്കെ, എന്തൊക്കെയാണ് ലേണിംഗ് ഔട്ട്കംസ് എന്നുള്ളത് നോക്കാം. നമ്മൾ ഫസ്റ്റ് ആറ്റമിലാണ് തുടങ്ങിയത്. ബെറ്റർ യു ഇഫ് യു ആർ ക്ലിയർ വിത്ത് ദി കൺസെപ്റ്റ്, യു ഡു make flow charts. They will help you a lot because ഈ ഒരു 3 ക്ലാസ്സിലായിട്ട് പഠിപ്പിച്ച കാര്യങ്ങൾ if you write it down, it will be in an A4 size paper. So it will be easy for to revise. ഒരു 2-3 days കൂടുമ്പോൾ നമുക്കൊന്ന് റിവൈസ് ചെയ്യാൻ അത് ഭയങ്കര ഹെൽപ്പിംഗ് ആയിരിക്കും. So this is the tricky method to memorize things. You have to make your own flow charts. Like ഒരു എക്സാമ്പിൾ ഞാൻ തരാം. ഇപ്പൊ ഞാൻ എല്ലാം ഫ്ലോ ചാർട്ട് ആയിട്ട് തരുന്നില്ല. നമ്മളിപ്പം ആറ്റം എന്ന് പറയുന്ന സമയത്ത് നമുക്ക് എന്താണ് ആലോചിക്കേണ്ടത്? നമ്പർ ഓഫ് പ്രോട്ടോൺ ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് ഇലക്ട്രോൺ. ദാറ്റ്സ് വൈ ഇറ്റ് ഈസ് ന്യൂട്രൽ. സോ ന്യൂട്രൽ എന്നുള്ളത് വന്നു. അയോൺസിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് അതിന്റെ വ്യത്യാസം? നമ്പർ ഓഫ് പ്രോട്ടോൺ ഈസ് നോട്ട് ഈക്വൽ ടു നമ്പർ ഓഫ് ഇലക്ട്രോൺസ്. That's why they are charged. അതേപോലെ ഇതേപോലെ ചെറിയ ഷോർട്ട് ഫോം ആയിട്ട് നമുക്ക് നമ്മുടെ കോൺസെപ്റ്റ് എഴുതി വെക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് റിവൈസ് ചെയ്യാനും അത് എളുപ്പമായിരിക്കും. An atom consists of a nucleus of protons and neutrons surrounded by a cloud of electrons. For each atom, the number of protons in the atomic number. Atoms with the same atomic number constitute an element. അതായത് number of protons ആണ് atomic number. Atoms of a single element that have different number of neutrons is called isotopes. Electrons which determine the chemical behavior of an element are located about a nucleus in orbitals representing discrete energy levels. Okay, so electrons are determining the chemical behavior because these electrons are participating in bonding. Okay, നമുക്ക് കുറച്ച് ചെറിയ ക്വസ്റ്റ്യൻസ് ഒന്ന് ചെക്ക് ചെയ്യാം. If the number of protons exceed the number of neutrons, is the charge on the atom positive or negative? എന്താണ് തോന്നുന്നത്? നമ്പർ ഓഫ് പ്രോട്ടോൺസും നമ്പർ ഓഫ് ന്യൂട്രോൺസും ആണ് ന്യൂക്ലിയസിൽ ഉള്ളത്. ഓക്കെ, വിൽ ദേ എഫക്ട് ദി പൊളാരിറ്റി ഓഫ് ദാറ്റ് ആറ്റം? നോ, ഇറ്റ് വോണ്ട്, റൈറ്റ്? എന്താണ് എഫക്ട് ചെയ്യുന്നത്? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ഇഫ് ദി നമ്പർ ഓഫ് പ്രോട്ടോൺസ് എക്സീഡ്സ് ദി നമ്പർ ഓഫ് ഇലക്ട്രോൺസ്, പ്രോട്ടോൺസ് കൂടുതലാണ് ഇലക്ട്രോൺസ് കുറവാണെന്നുണ്ടെങ്കിൽ that atom that will be in positive charge. If proton is more than electron, it is positively charged. If number of electron is high, it is negative in charge. So number of protons and electrons is determining the polarity. സോ ഓക്കെ, ഈ ഒരു ഡയഗ്രാം ഞാൻ എന്താ വെച്ചാൽ നമ്മുടെ ഇലക്ട്രോൺസിന്റെ എനർജി ലെവൽസ് ഒന്നും കൂടി നന്നായിട്ട് ക്ലിയർ ആവാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡയഗ്രാം ആണത്. നമ്മൾ ഫോട്ടോസിന്തസിസ് ഒക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ പറയുന്നുണ്ട് എക്സൈറ്റഡ് സ്റ്റേറ്റ് ആൻഡ് തിരിച്ച് വരുന്ന സമയത്ത് എനർജി റിലീസ് ചെയ്യുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. സോ ഹൗ ദി ഇലക്ട്രോൺസ് ആർ ട്രാൻസ്ഫറിങ് എന്നുള്ളത് നമുക്ക് നല്ല ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്ന ഒരു ഡയഗ്രാം ആണത്. Okay, the chlorophyll that makes plants green captures energy from light during photosynthesis in this way. Light energy excites electron in the chlorophyll. Light energy വരുന്ന സമയത്ത്, light energy hit ചെയ്യുന്ന സമയത്ത് electrons get excited. Okay, moving on, electron excited ആവുന്ന സമയം എനർജി അബ്സോർബ് ചെയ്യുമ്പോഴാണ് ഇലക്ട്രോൺസ് നെക്സ്റ്റ് ലെവലിലേക്ക് പോകുന്നത്. Okay,
moving an electron closer to the nucleus has the opposite effect. That means it will release energy in the form of heat or light. Okay, and the electrons ends up with less potential energy. So ഈ ഒരു ഡയഗ്രാം നിങ്ങൾ മനസ്സിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഫോട്ടോസിന്തസിസിന്റെ ക്ലാസ് ഒക്കെ പറഞ്ഞ സമയത്ത് നമുക്ക് കുറച്ചും കൂടി ആ ഒരു ക്ലാരിറ്റി ഉണ്ടാവും. Then periodic table. Periodic table displays elements according to atomic number and properties. Okay, ഇതില് വെറും ഒരു 12 elements ആണ് നമുക്ക് significant ആയിട്ടുള്ളത്. So അതിന്റെ ലിസ്റ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. So better you remember this 12 elements. അവരുടെ ബേസിക് ആയിട്ട് വളരെ മിനിമം കാര്യങ്ങൾ പഠിച്ചാൽ മതി. അവരുടെ അറ്റോമിക് നമ്പർ, ഒരു വാലൻസ് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ഒക്കെ ഒന്ന് ജസ്റ്റ് മൈൻഡിൽ വെച്ച് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. Better you take a printout of a periodic table and keep it with you. So ഇടയ്ക്ക് ഒന്ന് റെഫർ ചെയ്യുമ്പോൾ നമുക്ക് അതിന്റെ പെട്ടെന്ന് തന്നെ നമുക്ക് അത് മറന്നു പോവാതെ നമുക്കത് ഓർത്തെടുക്കാൻ പറ്റും. Then chemical bonds നെ പറ്റി നമ്മൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു. Ionic bond അല്ലെ, ionic bond is an attraction between ions of opposite charge in an ionic compound എന്ന് പറഞ്ഞു. Okay, electronegativity difference അനുസരിച്ചിട്ട് if an atom is highly electronegative, it will take away the electrons and it will create a positive and a negative charge, cations and anions. അതാണ് ionic bond എന്ന് പറയുന്നത്. Covalent bond എന്ന് പറയുന്നത് sharing ആണ്. Share one or more pairs of electrons ആണ് പറയുന്നത്. Okay, complex biological compounds are formed in large part by atoms that can form one or more covalent bonds. Ipo carbon, hydrogen, oxygen and nitrogen are the main elements. A polar covalent bond is formed by unequal sharing of electrons. Non-polar bonds exhibit equal sharing of electrons, so they are more stable basically. Okay, how is polar covalent bond different from an ionic bond? മനസ്സിലായോ? ആ ഒരു ഐഡിയ നിങ്ങൾക്ക് ക്ലിയർ ആയോ? എങ്ങനെയാണ് അതിന്റെ ഡിഫറൻസ് വരുന്നത്? പോളാർ കോവാലന്റ് ബോണ്ടില് ഇലക്ട്രോനെഗറ്റിവിറ്റി ഡിഫറൻസ് ഉണ്ടെങ്കിലും ഇലക്ട്രോൺ ക്ലൗഡ് ഒരു ഡിസ്റ്റോർഷൻ അത് ക്രിയേറ്റ് ചെയ്യുന്നു, ഒരു ഡയപോൾ ക്രിയേറ്റ് ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. ഇറ്റ് ഡസന്റ് മീൻ ദാറ്റ് ഇറ്റ് ഹാവ് ടുക്ക് അവേ ദി ഇലക്ട്രോൺ ഫുള്ളി, അല്ലെ? ആൻഡ് ഓൾസോ ദി ഇലക്ട്രോനെഗറ്റിവിറ്റി ഡിഫറൻസ് ഈസ് ലെസ് ദാൻ 2. അതുകൊണ്ട് അതാണ് പോളാർ കോവാലന്റ് ബോണ്ടിന്റെ പ്രത്യേകത. ബട്ട് വാട്ട് ഇസ് ദ കേസ് ഓഫ് അയോണിക് ബോണ്ട്? ഇൻ ദ കേസ് ഓഫ് അയോണിക് ബോണ്ട് വാട്ട് ഇസ് ഹാപ്പനിങ് ഈസ് ഹൈലി ഇലക്ട്രോനെഗറ്റീവ് ആയിട്ടുള്ള ആറ്റം ഈസ് കംപ്ലീറ്റ്ലി ടേക്കിംഗ് അവേ ദി ഇലക്ട്രോൺ ഫ്രം ദി metals, especially metals. So this complete transfer of electron is happening in ionic bond, and because of that it is giving a positive and negative charge. It is making cations and anions. അതാണ് അതിന്റെ വ്യത്യാസം എന്ന് പറയുന്നത്. Sorry, negative is anion and positive is cation. So അതാണ് അയണിക് ബോണ്ടും കോവാലന്റ് ബോണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ എന്താണ് റാഡിക്കൽസിനെ പറ്റി പറഞ്ഞു. റാഡിക്കൽസ് എന്താണ്? അൺപെയർഡ് വാലൻസ് ഇലക്ട്രോൺ ആണ്. സോ ദേ ആർ ഹൈലി റിയാക്റ്റീവ്. റെസൊണൻസ് എന്ന് പറയുന്നത് ഷിഫ്റ്റിംഗ് ഓഫ് പൈ ബോണ്ട്സ്, ആൾട്ടർനേറ്റ് ഷിഫ്റ്റിംഗ് ഓഫ് പൈ ബോണ്ട്. സോ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ പഠിച്ചത്. ഇത്രയാണ് നമ്മുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇനിയാണ് നമ്മൾ ശരിക്കും ബോണ്ടിങ്ങിലേക്ക് പോകുന്നത്. സോ ഐ തിങ്ക് യു ആർ ക്ലിയർ ടിൽ ദിസ് പോയിന്റ്. If you have any doubt, you can contact us through WhatsApp or Facebook or through email. And also question bank, unit wise question bank sort ചെയ്തത് available ആണ്. And also notes available ആണ്, PDF ഒക്കെ ഉണ്ട്. If anybody want that, you can contact us. So thank you so much. Once again, I am reminding you to like the video, share the video and subscribe our channel. Thank you so much. We will see you in the next class. Bye bye.